പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ ഒരു പ്രഷർ വാഷർ അതെങ്ങനെ ഫിക്സ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടലുകൾ ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ പ്രഷർ വാഷറിൻ്റെ മെയിൻ യൂണിറ്റ്. കണ്ടില്ലേ, ഇതിൻ്റെ പുറകിലായിട്ട് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് വരുന്നുണ്ട്. അത് നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് പറ്റും. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പമുള്ള ആക്സസറീസ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്കൊരു ഒരു ഹോള് കാണാൻ സാധിക്കുന്നില്ലേ, അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഗണ്ണിൽ നിന്ന് ഒരു ഹോസ് ഉണ്ട്, ആ ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലും ഒരു ഹോളുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് എന്നുള്ള ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗമുള്ളത്. ഇതാണ് നമുക്ക് ഗണ്ണിന്ന് നമ്മുടെ ബാക്കിലുള്ള ഹോളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഹോസ്. ഇതാണ്, കണ്ടില്ലേ, രണ്ടറ്റങ്ങളുണ്ട്. ഒരറ്റം നമ്മുടെ ഗണ്ണിലേക്കും മറ്ററ്റം നമ്മൾ ആ ബാക്കിലുള്ള ഹോളിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒപ്പമുള്ളത് ഇതാ, നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഗണ്ണാണിത്. ഇതാണ് ആ ഗണ്ണ്. അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് നോസിൽസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യണം. ഇതാണ് ഒരു നോസിൽ, അടുത്തത് മറ്റേ നോസിൽ. കണ്ടില്ലേ, ഈ നോസിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഈ നോസിൽസാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ബാക്കിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്ങിലേക്ക് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് കൊടുക്കാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ നോസിൽസ് കണക്ട് ചെയ്യാം. അതൊന്ന് നമ്മൾ പ്രസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, അത് കണക്റ്റ് ആവും. ഇനി നമുക്ക് ഈ രണ്ട് നോസിൽസും ഗണ്ണിലേക്ക് കണക്ട് ചെയ്യണം. അത് നമ്മൾ പ്രസ് ചെയ്യേണ്ട, നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, അത് ഫിക്സ് ആയിക്കോളും. ഓക്കെ, നമുക്കത് തിരിച്ചു കൊടുത്ത് ഫിക്സ് ആക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാം ഗണ്ണും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഹോസ് എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം നമ്മുടെ ഗണ്ണിലേക്കും അതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ മെയിൻ യൂണിറ്റിൻ്റെ ആ ഒരു ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭാഗത്തേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അടുത്തൊരു ബട്ടൺ പോലെ ഒന്നുണ്ട്, അത് പ്രസ് ചെയ്തിട്ട് നമ്മളത് വെച്ച് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഹോസ് അതിലേക്ക് കയറും. ഇനി എനിക്കിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗണ്ണിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. അവിടെ ഉണ്ടോ, നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ചെറുതാവുന്നതും വലുതാവുന്നതും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സാധനം നമ്മൾ ചെറുതാക്കുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കൂടും, അത് വലുതാക്കുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കുറയും. പിന്നെ നിങ്ങളിവിടെ കാണുന്നത് നമ്മുടെ ഹോസ് കണക്ടറാണ്. അതായത് നമ്മുടെ ടാപ്പ് എന്നുള്ള ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹോസ് കണക്ടർ നമ്മളിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ടാപ്പ് എന്നുള്ള ഹോസ് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ് കണക്ടർ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടാപ്പ് എന്നുള്ള ഹോസ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിന് എളുപ്പത്തിനായിട്ട് ഇവിടെ കണ്ടോ, ഈ ഒരു ഹോസിൻ്റെ അറ്റത്തൊരു ഹോസ് കണക്ടർ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ, ഇതാ നമ്മളിങ്ങനെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എളുപ്പത്തിന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഉള്ളപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഹോസിൻ്റെ ഈ ഒരു അറ്റം ടാപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്ലഗ് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. നമ്മൾ കാറൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് നോക്കുകയാണ്. കണ്ടില്ലേ, വെള്ളം അത്യാവശ്യം നല്ല പ്രഷറിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല പ്രഷറിൽ തന്നെയാണ് പോകുന്നത്. കാറിൻ്റെ പുറത്തുള്ള പൊടിയും ചളിയൊക്കെ പെട്ടെന്ന് തന്നെ പോവും. കണ്ടില്ലേ, നല്ല പ്രഷറിൽ പോകുന്നുണ്ട് വെള്ളം. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാക്കറ്റിലേക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക.
നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.